നമസ്കാരം. ജനക്ഷേമത്തിലേക്ക് സ്വാഗതം. സാധാരണ ജനങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒട്ടനവധി വികസന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി ചികിത്സാ ഗവേഷണ രംഗങ്ങളിൽ നടത്തിവരുന്ന വിവിധ വികസന പദ്ധതികളെക്കുറിച്ചാണ് ഇന്നത്തെ ജനക്ഷേമം പരിശോധിക്കുന്നത്. ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് 1980 ഒരു ആക്ട് ഓഫ് പാർലമെൻറ്റ് വഴി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഏകദേശം 50 വർഷത്തോളം ആകാൻ പോകുന്നു. ഇവിടെ നമുക്ക് പ്രധാനമായും ചികിത്സ ലഭിക്കുന്നത് കാർഡിയോളജി, ന്യൂറോളജി എന്നീ വിഭാഗങ്ങളിലാണ്. ഇത് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയാണുള്ളത്. ലോകത്തിൻ്റെ ഏത് കോണിൽ ലഭിക്കുന്ന ചികിത്സയും നമുക്കിവിടെ ശ്രീചിത്രയിൽ അവൈലബിൾ ആയിട്ടാണ്. നമ്മുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് 3 ഡിവിഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഇൻ്റർവെൻഷണൽ കാർഡിയോളജി എന്ന് പറയും, അതായത് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി, അതായത് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഉള്ള പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, വാൽവിനുള്ള ചികിത്സകൾ, ഇതൊക്കെയാണ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജി ഡിവിഷനിൽ നമ്മൾ ചെയ്യുന്നത്. ശ്രീചിത്രയിൽ നമുക്ക് പ്രധാനമായും ഹോസ്പിറ്റലുമുണ്ട്, പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന അച്യുത മേനോൻ സെൻറ്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് ഉണ്ട്, ബയോമെഡിക്കൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു BMT വിങ്ങുമുണ്ട്. ഇത് മൂന്നും കൂടുന്ന ഒരു യൂണിറ്റുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി. ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഈ സ്ഥാപനം ഈ 3 ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സാങ്കേതിക രംഗത്ത് ഇത്രയധികം മുന്നേറി പോകാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് നമ്മൾ വാൽവിൻ്റെ ചികിത്സകളാണ്. വാൽവിൻ്റെ ചികിത്സയിൽ 2 പ്രധാന കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് സർജറി ഇല്ലാതെ പണ്ട് സർജറി കൊണ്ട് മാത്രമേ നമുക്ക് വാൽവ് മാറ്റിവെക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ നമുക്ക് ടാവി അല്ലെങ്കിൽ ടാവർ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ മുഖേന നമുക്ക് കാലിൻ്റെ ഉള്ള രക്തക്കുഴൽ വഴി ഒരു ട്യൂബ് കടത്തി നമുക്ക് ഈ വാൽവ് മാറ്റിവെക്കാനായിട്ട് പറ്റും. നമുക്ക് ഈ പ്രൊസീജിയർ ഏകദേശം 100 എണ്ണോളം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ ചെയ്തിട്ടുള്ളത് നമ്മൾ തന്നെയാണ്. ഗർഭിണികളായിട്ടുള്ളവർക്ക് വരുന്ന ഹാർട്ട് ഡിസീസിനുള്ള വാൽവ് തുറക്കുന്ന ബലൂൺ വാൽവോട്ടമി എന്ന് പറയും. അതായത് നമ്മൾ ചിലപ്പോൾ ഗർഭിണിയായി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ അസുഖം ഉണ്ടെന്ന് തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ വാൽവ് ചുരുങ്ങിയിട്ട് വളരെ സിക്കായിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട്. SAT ആശുപത്രിയുമായിട്ട് ചേർന്ന് ആണ് നമ്മൾ ഈ പ്രൊസീജിയറുകൾ ചെയ്യുന്നത്. ഈ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രഗ്നൻസി റിലേറ്റഡുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ SATയിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർമാർ നമ്മുടെ കൂടെ ഉണ്ടാകും. ഏകദേശം 125ഓളം ഗർഭിണികളിൽ നമ്മൾ ഈ ബലൂൺ ചികിത്സ സക്സസ്ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ ഫോളോ അപ്പിന് വരുന്ന കുട്ടികളും അമ്മമാരും ഒക്കെ സുഖമായിട്ടിരിക്കും. കൊറോണറി ആൻജിയോപ്ലാസ്റ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെൻറ്റ് ഇടുക. ആ സ്റ്റെൻറ്റ് ഇടുന്നത് നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യാനുള്ള OCT, അതായത് ഓപ്റ്റിക്കൽ കോറൻസ് ടോമോഗ്രഫി, പിന്നെ ബ്ലോക്കിൻ്റെ കാഠിന്യം മെഷർ ചെയ്യുന്ന FFR, അതായത് ഫ്രാക്ഷണൽ ഫ്ലോ റിസർവ്. ഒരു ബ്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യണോ വേണ്ടയോ എന്ന് ഉള്ളത് നമ്മുടെ ഈ ഉപകരണം വെച്ച് മെഷർ ചെയ്ത് അതിൻ്റെ ഒരു പ്രത്യേക ലെവലിൽ ഉണ്ടെങ്കിൽ മാത്രമേ, ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചികിത്സയ്ക്ക് സ്റ്റെൻറ്റ് ഇടാനായിട്ട് പോവുള്ളൂ. സ്റ്റെൻറ്റ് ഇടുമ്പോൾ അതിൻ്റെ ഓപ്റ്റിമൈസ് ചെയ്യാനായിട്ടുള്ള, അതിൻ്റെ ഫലപ്രാപ്തി ഏറ്റവും നല്ലതായിട്ട് കിട്ടാനായിട്ടുള്ള 2 ഇമേജിങ് ഉപകരണങ്ങളാണ് OCTയും IVUS, ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് എന്ന് പറയും, ഓപ്റ്റിക്കൽ കോറൻസ് ടോമോഗ്രഫി എന്ന് പറയും. ഇത് 2 വെച്ചിട്ട് നമ്മൾ സ്റ്റെൻറ്റിനകത്തൂടെ, ആ ചെറിയ രക്തക്കുഴലിനകത്തൂടെ നമ്മൾ ക്യാമറ കടത്തിയിട്ട് അതിൻ്റെ സ്റ്റെൻറ്റ് മുഴുവനായിട്ട് വികസിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ഭാഗത്ത് വികസിക്കാതിരിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്റ്റെൻറ്റ് ഇടുന്നതിൻ്റെ ഫലപ്രാപ്തി വർദ്ധിക്കും. 2ാമത് ബ്ലോക്ക് വരാനുള്ള സാധ്യതയൊക്കെ വളരെ കുറയും. ഈ അടുത്ത സമയത്ത് ശ്രീചിത്ര ആരംഭിച്ച ഒരു പഠനമാണ്
വായു മലിനീകരണവും ഹാർട്ട് ഫെയിലറുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയുള്ള ഒരു പഠനം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ സഹകരണത്തോടുകൂടിയാണ് ഈ പഠനം നടത്തുന്നത്. അത് നമുക്കറിയാം, വായു മലിനീകരണം ഹൃദ്രോഗത്തിൻ്റെ ഒരു പ്രധാന കാരണമാണെന്ന് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ വായു മലിനീകരണം കുറയ്ക്കാനുള്ള ഇൻഡോർ എയർ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ടുള്ള എയർ പ്യൂരിഫയേഴ്സ് നമ്മൾ ഈ ഹാർട്ട് ഫെയിലിയർ രോഗികളുടെ വീടുകളിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള 3 ആശുപത്രികളിലാണ് ആ ഒരു പഠനം നടക്കുന്നത്. ഒന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡൽഹി, ഒന്ന് DMC ലുധിയാന, പിന്നെ 3ാമത്തെ ആശുപത്രി നമ്മുടെ ശ്രീചിത്രയിലാണ്. ഈ കാണുന്ന ഉപകരണമാണ് സാമ്പിളർ. അതായത് നമ്മളൊരു പേഷ്യൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ മൂന്ന് സാമ്പിളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് സെൻട്രൽ മോണിറ്ററായിട്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻ്റെ വീട്ടിലേക്ക് 2 ഉപകരണമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഉപകരണത്തിൽ 2 ഫിൽറ്ററുണ്ട്. ഒന്ന് ഡ്രൈ ഫിൽറ്ററും ഒന്ന് വെറ്റ് ഫിൽറ്ററും. ആ ഡ്രൈ ഫിൽറ്റർ നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡ്രൈ ഫിൽറ്റർ 24 മണിക്കൂറിന് ശേഷം നമ്മൾ തിരിച്ചെടുക്കുകയും അത് ലാബിലേക്ക് അയക്കുകയും ചെയ്യുന്നു. എത്രത്തോളം ഇൻഡോർ പൊല്യൂഷനും ഔട്ട്ഡോർ പൊല്യൂഷനും ഉണ്ടെന്നുള്ളൊരു താരതമ്യം നമ്മൾ കണക്കാക്കുന്നു. അതിനുശേഷം നമ്മൾ 24 മണിക്കൂറിന് ശേഷം ഉപകരണം പിറ്റേ ദിവസം ഈ പ്യൂരിഫയർ നമ്മൾ പേഷ്യൻ്റെ വീട്ടിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓരോ ആശുപത്രിയിലും 200 രോഗികളിലാണ് അവരുടെ വീടുകളിൽ നമ്മൾ പോയിട്ട് ഈ എയർ പ്യൂരിഫയർ അവരുടെ ബെഡ്റൂമിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അതിനുശേഷം 1 വർഷം ഈ രോഗികളുടെ അവസ്ഥ നമ്മൾ പഠിക്കും. ഓരോ 3 മാസവും നമ്മൾ ആ രോഗികളെ കണ്ടിട്ട് അവരുടെ മൊത്തത്തിലുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെയുണ്ട്, അവരുടെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ, അവരുടെ മരണനിരക്കൊക്കെ കുറയുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാകാൻ സാധ്യതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു എയർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ എയർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത് കൊണ്ടും നമുക്ക് ഈ പേഷ്യൻസിൻ്റെ ഔട്ട്കം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. 10 എയർ പ്യൂരിഫയേഴ്സ് നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലുള്ള രോഗികൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി 190 പേരുടെയും കൂടെ ചേരേണ്ട മൊത്തം 200 രോഗികളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക്, അതായത് നമ്മുടെ PMSSY ബ്ലോക്ക്, പ്രൈം മിനിസ്റ്റർ സ്വാസ്ഥ്യ സുരക്ഷാ യോജന എന്ന് പറഞ്ഞ 230 കോടി രൂപയുടെ പ്രോജക്റ്റ് ഇപ്പം നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ബിൽഡിങ് കംപ്ലീറ്റ് ആയി, ബിൽഡിങ്ങിന് ഇനാഗുറേഷനും കഴിഞ്ഞു. OPD അതിൻ്റെ OP വിഭാഗം ഏകദേശം ഒരു 30% നമ്മളവിടെ തുടങ്ങിക്കഴിഞ്ഞു. ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് പർച്ചേസ് ചെയ്യാനുള്ള, എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യാനുള്ള, തിയേറ്റർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് നടക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മളത് ഏകദേശം പ്രവർത്തനക്ഷമമാക്കാനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. PMSSY ബ്ലോക്ക് നമുക്ക് അതിനുള്ള സഹായം തന്നിരിക്കുന്നത് കേന്ദ്ര ആരോഗ്യ വകുപ്പ്, അതായത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും സയൻസ് ആൻഡ് ടെക്നോളജിയും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ഈ 230 കോടി രൂപയുടെ പുതിയ ബ്ലോക്ക് തന്നത്. അവിടുത്തെ പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ 170 ബെഡുകളാണ് നമുക്ക് പുതിയതായിട്ട് വരുന്നത്. അതിൽ 40 പേവാർഡുകളാണ്. ശ്രീചിത്രയിൽ പേവാർഡുകൾ ഉണ്ടായിരുന്നില്ല, അതൊരു ന്യൂനതയായിരുന്നു. പല പേഷ്യൻസിനും പേവാർഡ് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ന്യൂനത പരിഹരിക്കാൻ വേണ്ടി 40 പേവാർഡുകൾ പുതിയ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ ഹൈലി എക്യുപ്ഡ് ആയിട്ടുള്ള ബെഡ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ എപ്പോഴും നമുക്കൊരു വെയിറ്റിംഗ് ലിസ്റ്റും ഒരു സ്ഥല പരിമിതിയും ഉണ്ട്. അത് പരിഹരിക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശമായിരുന്നു ആ ഒരു ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. അതോടെ ഇനാഗുറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജ് പ്രവർത്തനം ആരംഭിക്കുമ്പോഴത്തേക്ക് ഈ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് കുറയാനും ഇവിടുത്തെ ഒരു കൺജഷൻ കുറയാനും സാധ്യത വരുന്നുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ചികിത്സാ റേറ്റുകളാണ് നമുക്കുള്ളത്. പിന്നെ നമുക്ക് എല്ലാ ഗവൺമെൻറ് സ്കീമുകളും ഇവിടെ പ്രാവർത്തികമായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ PMJAY, കാസ്പ്, കേരള ആരോഗ്യ സുരക്ഷാ പദ്ധതി. ആ ഒരു പദ്ധതിയിലാണ് ഒരുപാട് പേഷ്യൻസ്, നമുക്ക് ഒരു 60% രോഗികൾ കാസ്പ് സഹായത്തോടുകൂടി വരുന്നവരാണ്. പിന്നെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഫുൾ പേയ്മെൻറ്റ് ഗ്രൂപ്പിലും ഉള്ള പേഷ്യൻസിന് തന്നെ ഉള്ള ചാർജസ് വളരെ റീസണബിൾ ആണ്. അങ്ങനെ ഒരുപാട് പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള രോഗികൾ നമുക്ക് ഇവിടുത്തെ എക്സ്പെർട്ടൈസ് കൊണ്ടും ഈ ഒരു അഫോർഡബിലിറ്റി, അതായത് അവർക്ക് താങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ചിലവായതുകൊണ്ടും ഒരുപാട് രോഗികൾ നമ്മുടെ ആശുപത്രിയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. കാർഡിയോളജി, ന്യൂറോളജി എന്നുള്ള വിഭാഗങ്ങളിൽ
പോസ്റ്റ് ഡോക്ടറൽ കോഴ്സസ്, അതായത് MD കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കുള്ള കോഴ്സസാണ് ഇവിടെ നടത്തുന്നത്. കൂടാതെ അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളായ അനസ്തേഷ്യ, പത്തോളജി, മൈക്രോബയോളജി അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റീസ്, റേഡിയോളജി മുതലായ സ്പെഷ്യാലിറ്റീസും ഇവിടെ ഉണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ രാജ്യത്തെ പ്രധാന ഗവേഷണ കേന്ദ്രങ്ങളിലൊന്നാണ് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി. ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ശ്രീ ചിത്ര ആശുപത്രി ഹൃദയ മസ്തിഷ്ക സംബന്ധമായ രോഗങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിൽ ചികിത്സ ലഭ്യമാക്കുന്നു. കൂടാതെ കൃത്രിമ ഹൃദയവാൾ വികസിപ്പിച്ചെടുത്ത രാജ്യത്തെ ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് ശ്രീ ചിത്ര. ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് നമ്മുടെ പേരൻ്റ് ഓർഗനൈസേഷൻ. അതിൻ്റെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് എന്ന് പറയും. നമ്മുടെ ബയോമെഡിക്കൽ ടെക്നോളജി വിങ് ഉണ്ട് ശ്രീ ചിത്രയുടെ. അതായത് ചിത്ര വാൽവ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശ്രീ ചിത്ര വാൽവ്, അതായത് കൃത്രിമ വാൽവാണത്. അതിപ്പോൾ നമ്മൾ ഏകദേശം 2 ലക്ഷത്തോളം രോഗികളിൽ നമ്മളത് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. ഹാർട്ട് ഫെയിലിയർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള LVAD എന്നൊക്കെ പറയും. അതായത് ഹൃദയത്തിൻ്റെ പ്രവർത്തനം കുറച്ച് നേരത്തേക്ക് നമുക്ക് ഈ ഉപകരണത്തിൻ്റെ സഹായത്തോടുകൂടി നല്ല രീതിയിൽ നടത്താനായിട്ടുള്ള LVAD, അതിനൊക്കെയുള്ള പഠനങ്ങൾ നടക്കുന്ന ബയോമെഡിക്കൽ ടെക്നോളജി വിങ് എന്ന് നമ്മുടെ പൂജപ്പുരയിലുള്ള സ്ഥലത്താണ്. ICMRൻ്റെ ഒരു സെൻറ്റർ ഓഫ് അഡ്വാൻസ് റിസർച്ച് ആൻഡ് എക്സലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 5 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് 2019 നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടി. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉള്ളത് ഒരു ബയോ ബാങ്ക് എന്ന് പറയും. അതായത് പേഷ്യൻസിൻ്റെ രക്തസാമ്പിളുകൾ, DNA സാമ്പിള്, ഹാർട്ട് സർജറി ചെയ്യുന്ന ടിഷ്യൂസ്, അതായത് ഹാർട്ടിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ മുറിച്ച് കളയുന്നത് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഭാവിയിലുള്ള റിസർച്ചിന് വേണ്ടിയിട്ട്. ഭാവിയിൽ ഈ ഒരു ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നും ടിഷ്യൂസിൽ നിന്നുമുള്ള റിസർച്ച് എന്തെങ്കിലും ഭാവിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ട് അത് കൺസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് നമ്മുടെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടും നമ്മളത് MOU സൈൻ ചെയ്തിട്ട് അവരുമായിട്ട് ഈ സാമ്പിളുകൾ ഷെയർ ചെയ്യാനും അങ്ങനെയുള്ള പഠനങ്ങൾക്കും നമ്മൾ തുടക്കമിട്ടിട്ടുണ്ട്. ഹാർട്ട് ഫെയിലിയർ പോലുള്ള അസുഖങ്ങളെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ പദ്ധതി ആവിഷ്കരിച്ച ഒരു പ്രോഗ്രാമാണ് TIME-HF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം. ഇന്ത്യയിലെ 22 ഹോസ്പിറ്റലുകളിൽ, അതായത് പ്രധാനമായും കാർഡിയോളജിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന 22ഓളം ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടെ രോഗികൾ വരുന്നുണ്ട്. പക്ഷെ അവർക്ക് സമയബന്ധിതമായി അവർക്ക് ചികിത്സാ രീതികൾ എത്തിച്ചു നൽകാൻ പലപ്പോഴും ഈ തിരക്ക് മൂലം നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ ഹാർട്ട് ഫെയിലിയർ പോലെയുള്ള ഒരു പേഷ്യൻസിന് അത്തരം ഡിലേ, അങ്ങനെ വരുന്ന ഡിലേ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അവർക്ക് റെഗുലറായിട്ട്, അവർക്ക് ഓൺഗോയിങ് ആയിട്ട് കെയർ കിട്ടിയേ പറ്റുള്ളൂ. അതിനായിട്ട് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ TIME-HF പ്രോഗ്രാം എന്ന് പറയുന്നത്. മൊബൈൽ ഹെൽത്ത് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഓരോ രോഗികളും, ഇവിടെ വരുന്ന ഹാർട്ട് ഫെയിലിയർ പേഷ്യൻസ് ആയിട്ടുള്ള ഓരോ രോഗികളും ആയിട്ട് ദൈനംദിനമായിട്ടും അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൊബൈൽ ഹെൽത്ത് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു. ആ മൊബൈൽ ഹെൽത്ത് ആപ്ലിക്കേഷൻ ഒരു ടീം ബേസ്ഡ് മോഡലായിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ 22 ഹോസ്പിറ്റലുകളിൽ ഇതിൻ്റെ പ്രവർത്തനം കോർഡിനീകരിക്കുന്നത് ഓരോ ഹോസ്പിറ്റലിലെയും ഓരോ നേഴ്സസ് ആണ്. അപ്പോൾ ഈ പേഷ്യൻസ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും അവർക്ക് അവരുടെ ഡീറ്റെയിൽസ്, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സമയബന്ധിതമായി ഈ നഴ്സിനെ അറിയിക്കുകയും അല്ലെങ്കിൽ ഈ മൊബൈൽ ഹെൽത്ത് ആപ്ലിക്കേഷനിലൂടെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതുകൂടെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനനുസരിച്ചിട്ടുള്ള ഒരു ചികിത്സാ രീതി അപ്പോൾ തന്നെ, ഒരു ദിവസം പോലും ഡിലേ ഇല്ലാണ്ട് അപ്പോൾ തന്നെ ആ രോഗിയിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയുന്നു. അടുത്ത വിഭാഗം ഇലക്ട്രോഫിസിയോളജി വിഭാഗമാണ്. അതായത് ഹൃദയമിടിപ്പിൻ്റെ അതായത് ഹൃദയത്തിൻ്റെ താള വ്യതിയാനങ്ങളിൽ വരുന്ന ചികിത്സ നടത്തുന്ന വിഭാഗമാണ് ഇലക്ട്രോഫിസിയോളജി വിഭാഗം. അവിടെ നമ്മൾ അബ്നോർമലായിട്ടുള്ള ബീറ്റുകൾ, ചിലപ്പോൾ പാൽപിറ്റേഷൻ എന്ന് പറയില്ലേ നമ്മൾ, അതായത് ഫാസ്റ്റായിട്ട് ഹൃദയമിടിപ്പ് ഉണ്ടാകുമ്പോൾ അതിനെ ക്രമീകരിക്കാനായിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചികിത്സ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചെയ്ത സ്ഥാപനം നമ്മുടേതാണ്.
താള വ്യതിയാനങ്ങൾ, ഇറഗുലർ ആയിട്ടുള്ള ബീറ്റ് വരുന്ന ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞ ചികിത്സയ്ക്ക് ക്രയോ അബ്ലേഷൻ എന്ന് പറഞ്ഞൊരു നൂതന സാങ്കേതിക വിദ്യ, അതായത് ടെമ്പറേച്ചർ വളരെ കുറച്ച് നമ്മൾ ആ ഭാഗം കരിച്ച് കളയുന്ന ഒരു സാങ്കേതിക വിദ്യ നമുക്ക്, ആ ഒരു ഉപകരണം നമുക്കുണ്ട്. ഏകദേശം 100 കേസുകളോളം നമ്മളത് ചെയ്ത് കഴിഞ്ഞു. പൊതുമേഖലയിലുള്ള ആശുപത്രികളിൽ നമ്മുടേതാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ചെയ്തിട്ടുള്ളത്. വളരെ റെയറായിട്ടുള്ള ഡിസീസസ്, ഈ താളവ്യതിയാനങ്ങൾക്കുള്ള ചികിത്സകൾ നമ്മൾ എസ്പെഷ്യലി സർജറി കഴിഞ്ഞിട്ടുള്ള കൺജന്റൽ ഹാർട്ട്, ഈ കുട്ടി ജന്മനാളുടെ ഹൃദ്രോഗം വന്നിട്ട് ഇടുപ്പിന് വേരിയേഷൻ വരുന്ന കുട്ടികളിലുള്ള ചികിത്സയും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. സെൻറ്റർ ഓഫ് അഡ്വാൻസ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ICMRൻ്റെ ഒരു കൂടുതൽ ഫണ്ടിങ് ഉള്ളൊരു പ്രോജക്റ്റാണ്. അതായത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയറിൽ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഹാർട്ട് ഫെയിലിയറിൻ്റെ ഒന്നും ട്രീറ്റ്മെൻറ്റ് ഇപ്പം വളരെ നല്ല രീതിയിലില്ല. അപ്പോൾ ഇപ്പോൾ ആ രോഗികൾ എപ്പോഴും ഇങ്ങനെയുള്ള വലിയ ആശുപത്രികളിലേക്ക് എപ്പോഴും ഈ ചികിത്സയ്ക്ക് വേണ്ടി വരേണ്ടി വരുന്നു. ഈ ഒരു ചികിത്സകൾ നമ്മൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗികൾക്ക് തൊട്ടടുത്ത് തന്നെ പോയിട്ട് ആ ഒരു ചികിത്സ സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകും. അത് ഈ ഒരു പേഷ്യൻസിൻ്റെ മൊത്തത്തിലുള്ള ക്വാളിറ്റി ഓഫ് ലൈഫും അവരുടെ ഔട്ട്കമ്മും ഇമ്പ്രൂവ് ചെയ്യുന്നത്. 9.7 crores ഒരു പ്രോജക്റ്റാണത്. അത് കേരള ഗവൺമെൻറ്റുമായിട്ട് ചേർന്നിട്ടാണ് നമ്മൾ നടത്തുന്നത്. അതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. 2 ജില്ലകളിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്ത്യയിലുള്ള മറ്റ് 3 സ്റ്റേറ്റുകളിലും കൂടെ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഫീസിബിലിറ്റി കൂടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കേരളത്തിലുള്ള എല്ലാ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സിലും ബ്ലഡ് പ്രഷർ നിയന്ത്രിച്ച് നിർത്താനും ബ്ലഡ് ഷുഗർ നിയന്ത്രിച്ച് നിർത്താനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ ഇടപെടുന്നുണ്ട്. അതിനുവേണ്ടി ഒരു പ്രത്യേക പദ്ധതി തന്നെ തയ്യാറാക്കി അത് എല്ലാ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററിലും കേരള ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. ഏകദേശം 4600ഓളം ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററുകളിൽ ഇതിൽ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ഉള്ള ആൾക്കാരെ ഞങ്ങൾ ഇതിലേക്ക് പങ്കെടുപ്പിക്കുകയും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള 1 വർഷത്തെ പ്രത്യേകമായ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്തു വരുന്നു. അടുത്ത ഒരു മേജർ പ്രോജക്റ്റ് എന്ന് വെച്ചാൽ നാഷണൽ ഹാർട്ട് ഫെയിലിയർ രജിസ്ട്രി എന്ന് പറയും. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രധാനപ്പെട്ട ആശുപത്രികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു നാഷണൽ ഹാർട്ട് ഫെയിലിയർ രജിസ്ട്രി നടത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ രജിസ്ട്രിയാണ്. അത് 10850 പേഷ്യൻസ്. അതിൻ്റെ 90 ദിവസത്തതും 1 വർഷത്തുള്ള ഫോളോ അപ്പിൻ്റെ ഡേറ്റ നമ്മൾ ഈ അടുത്ത് പബ്ലിഷ് ചെയ്തു. ആരോഗ്യരംഗത്തെ നൂതന പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ചികിത്സാ രംഗത്ത് പ്രാവർത്തികമാക്കുന്നതിന് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്നും മുന്നിൽ നിൽക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള ഒരു കൂട്ടം ആരോഗ്യ വിദഗ്ധരുടെയും ഗവേഷകരുടെയും കൂട്ടായ്മയാണ് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കരുത്ത്. റിസർച്ചും അതായത് ഗവേഷണവും ഇതിൻ്റെ കൂടെ തന്നെ നടത്തുന്നുണ്ട്. ഒരുപാട് ഗവേഷണ പഠനങ്ങൾ നമ്മുടെ ശ്രീചിത്രയിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് അച്യുതമേനോൻ സെൻറ്റർ, നമ്മുടെ എപ്പിഡമിയോളജി, പബ്ലിക് ഹെൽത്ത് ഇതൊക്കെ കൈകാര്യം ചെയ്ത് നമ്മൾ അച്യുതമേനോൻ സെൻറ്ററുമായിട്ട് ചേർന്നിട്ട് നമ്മൾ ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പം ടെക്നോളജി ഡെവലപ്മെൻറ്റിൽ പല രീതിയിലുള്ള ഉപകരണങ്ങളും വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രീചിത്ര മുന്നോട്ടിറങ്ങുന്നു. പോയിന്റ് ഓഫ് കെയർ ഡിവൈസസ് എന്നാണ്. എവിടെയാണോ രോഗി ചികിത്സയ്ക്ക് വരുന്നത് അവിടെ നമ്മൾക്ക് ഈ ബ്ലഡ് റിസൾട്ട്സ് അനലൈസ് ചെയ്ത് അതിനുള്ള ഡിവൈസസ് അവിടെ തന്നെ കൊടുക്കുകയും അതുവഴി അവർക്ക് ആവശ്യമായ കെയർ അവിടെ തന്നെ കൊടുക്കുവാനുള്ള ഒരു ഉദ്ദേശമാണ് ഇതിൽ വരുന്നത്. ഞങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഇത് പ്രാഥമികാരോഗ്യ രംഗത്തിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. ജനറ്റിക്സ് ഓഫ് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്നത്, അതായത് ഹൃദയത്തിൻ്റെ ഭിത്തിക്ക് കട്ടി കൂടുന്ന തരത്തിലുള്ള രോഗമുണ്ട് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി. അതിൽ ഉള്ള ജനതിക വേരിയേഷൻസിനെ പറ്റി വലിയ പഠനങ്ങളൊന്നും ഇന്ത്യയിൽ നടന്നിട്ടില്ല. ഇത് നമ്മുടേതാണ്. ഒരു 200 പേഷ്യൻസിൻ്റെ സ്റ്റഡി നമ്മളിപ്പോൾ അടുത്തിടെ പബ്ലിഷ് ചെയ്തു. ലാർജസ്റ്റ് സ്റ്റഡി ഓഫ് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് എന്ന് പറയും. അതായത് ഈ ജനതിക ശ്രേണി പഠിക്കാനുള്ളതിൻ്റെ ഏറ്റവും ആധുനികമായൊരു ടെക്നോളജിയാണത്. 6700 ജീനുകളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഒരുപാട് കണ്ടെത്തലുകളുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത പല ജീനുകളും നമ്മൾ കണ്ടെത്തി. അതിൻ്റെയൊക്കെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
മൂന്നാമത്തെ വിഭാഗമാണ് പീഡിയാട്രിക് കാർഡിയോളജി, അതായത് കുട്ടികളിൽ വരുന്ന ഹൃദ്രോഗത്തിനെ പറ്റിയുള്ള ചികിത്സിക്കുന്ന വിഭാഗം. ഗർഭാവസ്ഥയിൽ തന്നെ നമുക്ക് കുട്ടിയുടെ ഹൃദയത്തിന് എന്തെങ്കിലും വൈകല്യമുണ്ടോ എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫീറ്റൽ എക്കോകാർഡിയോഗ്രാഫി നമുക്കിവിടെ ഉണ്ട്. ഹൃദയത്തിലുള്ള താള വ്യതിയാനങ്ങൾ നമ്മൾ ഈ എക്കോകാർഡിയോഗ്രാഫി വഴി കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ചികിത്സകൾ അമ്മയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് കുട്ടികളിൽ എത്തത്തക്ക രീതിയിലുള്ള മരുന്നുകൾ കൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യാറുണ്ട്. ജനിച്ച ഉടൻ തന്നെ ഉള്ള കുട്ടികൾക്ക് ചിലപ്പം 3 അറകളുമായിട്ട് ജനിക്കുന്ന കുട്ടികളുണ്ടാവും. 4 അറകൾക്ക് പകരം 3 അറകളെ കാണുള്ളൂ. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സയും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നാൽ നീല കളറിൽ ബ്ലൂ ബേബീസ് എന്നൊക്കെ പറയും, അവർക്ക് നമ്മൾ കൊണ്ടുവന്നാൽ ശ്വാസകോശത്തിലേക്കുള്ള രക്തഓട്ടം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെൻഡിങ്, ബലൂൺ, ചില അടഞ്ഞ രക്തക്കുഴലുകൾ തുറക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഡിവൈസസ് എന്ന് പറയും, അതായത് നമ്മൾ ഹോളുകൾ അടയ്ക്കുക. നമ്മൾ കുട്ടികൾക്കുള്ള ജന്മനായുള്ള ഹോളുകളുണ്ട് അല്ലെങ്കിൽ ദ്വാരങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതിനുള്ള ഡിവൈസസ് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുള്ള ഇന്ത്യയിൽ ഈ ഡിവൈസ് ചെയ്യുന്നതിനുള്ള ഒരു ഏറ്റവും കൂടുതൽ നമ്പർ ചെയ്യുന്നതിനുള്ള ഒരു ഹോസ്പിറ്റൽ നമ്മുടേതാണ്. അപ്പം ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും പ്രായമുള്ളവരുള്ള എല്ലാ ഹൃദ്രോഗത്തിനും വേണ്ട ചികിത്സകളും നമ്മുടെ ഈ ആശുപത്രിയിലുണ്ട്. ICMR കൊളാബറേറ്റിംഗ് സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെക്കഗ്നിഷൻ നമുക്ക് കിട്ടുകയുണ്ടായി. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും നമ്മുടെ ഒരു നോഹൗ ഷെയർ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു റെക്കഗ്നിഷൻ നമുക്ക് 2025 വർഷത്തേക്കാണ് അത് ഉള്ളത്. ഇപ്പോൾ ഒരു ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ആണെന്ന് പറഞ്ഞ് നിന്ന് ഇരിക്കരുത്. ഈ റിസ്ക് ഫാക്ടർ, എസ്പെഷ്യലി റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾ, ഇപ്പോൾ ഷുഗറോ പ്രഷറോ ഒക്കെ ഉള്ള ആൾ, കുടുംബത്തിൽ ഹാർട്ട് അറ്റാക്ക് ചെറുപ്രായത്തിൽ വന്നിട്ടുള്ള ആൾക്കാർ, എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ സിവിയർ ആയിട്ടുള്ള ചെസ്റ്റ് പെയിൻ വരണമെന്നില്ല. ചിലപ്പം വയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് തോന്നുന്നതായിരിക്കാം, ചിലപ്പോൾ ഛർദ്ദിലായിട്ടായിരിക്കും വരുന്നത്, ചിലപ്പോൾ തലയിറക്കമായിട്ടായിരിക്കും വരുന്നത്, അപൂർവമായിട്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്, നമുക്കൊരു സാധ്യത വരാനുണ്ടെന്ന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് അതൊന്ന് ഒബ്സർവ് ചെയ്തൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഹാർട്ട് മസിൽ ഡാമേജ് ആയി പമ്പിങ് ഒക്കെ കുറഞ്ഞു പോയിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ചികിത്സിച്ചാൽ വലിയ പ്രയോജനം കിട്ടും. പിന്നെ നമ്മുടെ ആശുപത്രിയിൽ ചെസ്റ്റ് പെയിനായിട്ട് എപ്പോൾ വേണേലും, ചെസ്റ്റ് പെയിനോ സ്ട്രോക്കോ ആയിട്ട് രോഗികൾക്ക് എപ്പോൾ വേണേലും വരാം. 24 മണിക്കൂറും നമുക്ക് അതിനുള്ള ചികിത്സാ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള കാത്ത് ലാബും സൗകര്യങ്ങളും എല്ലാം നമുക്കുണ്ട്. ഹാർട്ട് ഡിസീസ് ട്രീറ്റ് ചെയ്യുന്നതല്ല പ്രധാനം. എനിക്കൊരു മെസ്സേജായിട്ട് പറയാനുള്ളത് രോഗികളോടും രോഗികളുടെ ബന്ധുക്കളോടും ഒക്കെ പറയാനുള്ളത്, നമ്മൾ ഹാർട്ട് ഡിസീസ് വരുന്നത് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ആ ലേറ്റ് സ്റ്റേജ് ആയിപ്പോയി. നമ്മൾ ഹാർട്ട് ഡിസീസ് വരാതെ പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും നല്ലതായിട്ട് ചെയ്യാനുള്ളത്. നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് ബ്ലഡ് ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, ബ്ലഡ് ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക, ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ഇതിനൊന്നും ലക്ഷണങ്ങൾ വരണമെന്നില്ല, നമ്മൾ നോക്കിയാൽ മാത്രമേ അത് കാണുകയുള്ളൂ. ഉയർന്ന രക്തസമ്മർദ്ദവും ബ്ലഡ് ഷുഗറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. പുകവലി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. ക്യാൻസറും ഹൃദ്രോഗവും വരുന്നതിനുള്ള കാരണമാണ് പുകവലി. പിന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും ഒക്കെ ഹൃദ്രോഗങ്ങളായിട്ട് വളരെ ചെറുപ്പക്കാർ നമ്മൾ ഇവിടെ ഹാർട്ട് അറ്റാക്കായിട്ട് മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് നമ്മൾ അടുത്തിടെ ചികിത്സിക്കേണ്ടി വന്നു. ആ മയക്കുമരുന്നിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മുടെ യുവ തലമുറയെ അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക, അതിനുള്ള അഡ്വൈസസ് കൊടുക്കുക. പിന്നെ നല്ല രീതിയിലുള്ള ആഹാരം, ജങ്ക് ഫുഡ് ഒഴിവാക്കുക, പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കുക. പിന്നെ റെഗുലറായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക, അതായത് എക്സർസൈസ് ചെയ്യുക. ഒരു ദിവസം ഒരു 30 മുതൽ 40 മിനിറ്റ് എങ്കിലും നമ്മൾ മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ എക്സർസൈസ് ചെയ്യണം. പിന്നെ ഈ സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് തന്നെ ഒരിക്കലും ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ കൂടുതൽ ഇരിക്കരുത്. ഒന്ന് നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ കഴിഞ്ഞിട്ട് ഒന്ന് എഴുന്നേറ്റ് ഒരു 2 മിനിറ്റ് നടന്നിട്ട് വീണ്ടും വന്ന് ഇരുന്ന് ജോലി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല ആഹാരം കഴിക്കുക, മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറയ്ക്കുക, അതിനായിട്ട് ധ്യാനമോ യോഗയോ പറ്റുന്ന രീതിയിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹൃദ്രോഗം വരുന്നത് പ്രിവെൻറ്റ് ചെയ്യും. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പല പേഷ്യൻസിനും നമ്മൾ മരുന്നുകൾ മാത്രമല്ല, ചിലപ്പോൾ മരുന്നുകൾക്കുപരിയായിട്ട് ഇവർക്ക് കുറച്ചും കൂടി പ്രയോജനം കിട്ടുന്ന റീഹാബിലിറ്റേഷൻ മെത്തേഡ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എക്സസൈസ് ബേസ്ഡ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ ടെക്നോളജി ഉണ്ട്, ബിഹേവിയറൽ തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ മെത്തേഡ്സ് ഉണ്ട്. ഇത്തരം രീതികൾ വികസിപ്പിച്ചെടുക്കുകയും അത് രോഗികളിലേക്ക് എത്തിക്കുകയും അങ്ങനെ ചെയ്യുന്നത് വഴി രോഗികളുടെ ജീവിത നിലവാരം ഉയർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഗവേഷണം നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ പാർട്ടായിട്ടും നമ്മൾ പല ഹോസ്പിറ്റലുകളായിട്ട് ചേർന്നുകൊണ്ടും ചെയ്യുന്നുണ്ട്.
ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി പോലുള്ള സ്ഥാപനങ്ങൾ തന്നെയാണ് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് കരുത്തും പിൻബലവും നൽകുന്നത്. ആരോഗ്യരംഗത്തെ നൂതന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിലും പുത്തൻ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിലും ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും മുന്നിൽ തന്നെ. ഇത്തരം സ്ഥാപനങ്ങളെ പിന്തുണച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ വികസന പദ്ധതികളാണ് ആരോഗ്യമേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. ജനക്ഷേമത്തിൻ്റെ ഇന്നത്തെ അധ്യായം പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.